1. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതിയെക്കുറിച്ചാണ്. ഇത് പ്രഖ്യാപന ഘട്ടത്തിലിരിക്കുന്ന ഒരു ഗതാഗത ആശയമാണ്. ഈ വീഡിയോ കാരുണ്യ ഫിനാൻസ് മീഡിയ എന്ന ഫിനാൻസ് ചാനലിലൂടെ നിങ്ങൾക്ക് ചിന്തിക്കാനും വിലയിരുത്താനും സഹായിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത്. 2. ഹൈസ്പീഡ് ട്രെയിൻ എന്നത് ഇപ്പോൾ നിലവിലുള്ള റെയിൽ സംവിധാനത്തേക്കാൾ വളരെ വേഗത്തിൽ യാത്ര സാധ്യമാക്കുന്ന ട്രെയിൻ സംവിധാനമാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ദൂരം വളരെ കുറഞ്ഞ സമയത്തിൽ കടക്കാൻ കഴിയുമോ എന്ന സാധ്യതയാണ് പഠന വിഷയം. 3. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്നാൽ ഇത് ഒരു പ്രഖ്യാപിത പദ്ധതി അല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തലത്തിൽ പഠനങ്ങളും ആശയചർച്ചകളും മാത്രമാണ് നടക്കുന്നത്. ഔദ്യോഗിക പ്രോജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ റൂട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. 4. ഈ ഹൈസ്പീഡ് ട്രെയിൻ ആശയം ഉയരാൻ കാരണം കേരളത്തിലെ യാത്രാസമയ നഷ്ടമാണ്. തിരുവനന്തപുരം മുതൽ വടക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം മുഴുവൻ പോകുന്ന അവസ്ഥ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമാണ്. 5. ഫിനാൻസ് കോണിൽ നോക്കിയാൽ ഹൈസ്പീഡ് ട്രെയിൻ വന്നാൽ ടൂറിസം, ബിസിനസ്, വിദ്യാഭ്യാസം, മെഡിക്കൽ യാത്രകൾ എല്ലാം കൂടുതൽ എളുപ്പമാകും. സമയം ലാഭിക്കുന്നത് പണം ലാഭിക്കുന്നതിനും തുല്യമാണ്. 6. എന്നാൽ ഇതിന്റെ പ്രധാന വെല്ലുവിളി ചെലവാണ്. 1 കിലോമീറ്റർ ഹൈസ്പീഡ് റെയിൽ നിർമ്മാണത്തിന് വലിയ തുക ആവശ്യമാണ്. ഭൂമി ഏറ്റെടുക്കൽ, പരിസ്ഥിതി അനുമതി, ഫണ്ടിംഗ് എല്ലാം വലിയ ചർച്ചകളാണ്. 7. കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലുള്ളതിനാൽ ഭൂമി ഏറ്റെടുക്കൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറും. മുൻപ് നിർദ്ദേശിച്ച റെയിൽ പദ്ധതികളിൽ ഉണ്ടായ അനുഭവങ്ങൾ ഇതിന് ഉദാഹരണമാണ്. 8. ഇപ്പോൾ സർക്കാരുകൾ തുറന്നു പറയുന്നത് എന്താണ്? എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം, സാമ്പത്തിക സാധ്യത, പരിസ്ഥിതി ബാധ എല്ലാം വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നതാണ് ഔദ്യോഗിക നിലപാട്. 9. ഈ പദ്ധതി വന്നാൽ ഭൂമിവില, റിയൽ എസ്റ്റേറ്റ്, ട്രാൻസ്പോർട്ട്, ബിസിനസ് മേഖലകൾ എല്ലാം ബാധിക്കും. ചില പ്രദേശങ്ങളിൽ വില കൂടാം, ചില സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ വരാം. 10. അതുകൊണ്ട് ഹൈസ്പീഡ് ട്രെയിൻ എന്നത് വെറും യാത്രാ വിഷയം അല്ല. ഇത് കേരളത്തിന്റെ ഭാവി സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. 11. ഇപ്പോൾ ജനങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതിരിക്കുക. ഭൂമി വാങ്ങൽ വിൽപ്പന തീരുമാനങ്ങൾ അതീവ സൂക്ഷ്മതയോടെ എടുക്കുക. 12. ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ ഔദ്യോഗിക അറിയിപ്പുകൾ സർക്കാർ പുറത്തിറക്കുന്ന സമയത്ത് അതിന്റെ സാമ്പത്തിക നിയമ പ്രതിഫലനങ്ങൾ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വീഡിയോകൾ തുടർച്ചയായി നൽകുന്ന ഒരു ചാനലാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ. ചിന്തിച്ചു തീരുമാനിക്കൂ.